നമസ്കാരം. തിരുവനന്തപുരം നഗരസഭ കൗൺസിലർമാർ, BJP കൗൺസിലർമാർ ഹിന്ദു ദേവീ ദേവതമാരുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത അത് ഹൈക്കോടതി അസാധുവാക്കിയിരുന്നു. CPM കൊടുത്ത പരാതിയുടെ മേലായിരുന്നു ആ വിധി. അവർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് ഹൈക്കോടതി വിധി പറഞ്ഞിരുന്നു. ഈ പശ്ചാത്തലത്തിൽ വലിയ വിവാദങ്ങൾ ഉയരുകയാണിപ്പോൾ. പ്രത്യേകിച്ച് അതിൽ ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ഭീമാപ്പള്ളി കൗൺസിലറായ UDFൻ്റെ സജന ടീച്ചർ. ഒരു കൗതുകകരമായ വസ്തുത, ഔദ്യോഗികമായ അവരുടെ നാമവും സജന ടീച്ചറാണ് എന്ന് പല രേഖകളിലും കാണപ്പെടുന്നു. തന്നെയുമല്ല, സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴും അവർ പറയുന്നത് സജന ടീച്ചർ എന്ന ഞാൻ എന്നാണ്. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സജന ടീച്ചർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് അല്ലാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. അത് കണ്ടപ്പോൾ ഒരു ചെറിയ കൗതുകം അല്ലെങ്കിൽ ഒരു രസകരമായൊരു ചിന്ത മനസ്സിൽ വന്നത്, ബിന്ദു ടീച്ചറും നമ്മുടെ ശൈലജ ടീച്ചറുമൊക്കെ ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അവരുടെ ഔദ്യോഗിക നാമങ്ങൾ അങ്ങനെ തന്നെ ആക്കിയേനെ. അതിനുശേഷം അവർക്ക് ചോദ്യം നേരിടേണ്ടി വരില്ല, എന്തിൻ്റെ ടീച്ചറാണ്, അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷ് ഒക്കെ അത്തരത്തിലൊരു ഔദ്യോഗിക നാമം സ്വീകരിച്ചേനെ, ഗസറ്റിൽ തന്നെ പരസ്യം കൊടുത്ത് അത്തരത്തിൽ ഔദ്യോഗിക നാമങ്ങൾ സ്വീകരിച്ചേനെ എന്നൊരു രസകരമായൊരു ചിന്ത മനസ്സിൽ കടന്നു വന്നു. അത് ബിസൈഡ്സ് ദ പോയിൻ്റ്. അപ്പോൾ കാര്യത്തിലേക്ക് തിരിച്ചു വന്നാൽ, ഭീമാപ്പള്ളിയിലെ കൗൺസിലറായ UDFൻ്റെ കൗൺസിലറായ സജന ടീച്ചർ മുസ്ലിം ലീഗുകാരിയാണ്. അവർ സത്യപ്രതിജ്ഞ ചെയ്തത് അള്ളാഹുവിൻ്റെ നാമത്തിലാണ്. ആ വിഷയം സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയരുകയാണ്. അതിന് മറുവാദവുമായി മീഡിയ വൺ വന്നിട്ടുണ്ട്. 2007 മറ്റോ സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്, അള്ളാഹുവിൻ്റെ നാമത്തിലുള്ള സത്യപ്രതിജ്ഞ, അള്ളാഹു എന്നുള്ളത് ദൈവത്തിൻ്റെ നാമമാണ്, അതിന് സമമായ നാമമാണ് എന്നുള്ള സുപ്രീം കോടതി വിധിയുണ്ടെന്ന്. ഒരു സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയാണ്. പക്ഷേ ആ വിധികൾ മാറ്റാം. ജസ്റ്റിസ് ചന്ദ്രചൂഡ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ തന്നെ വളരെ ചരിത്രപ്രസിദ്ധമായ പല വിധികളും മാറ്റി എഴുതിയിട്ടുണ്ട്, അതിന് എതിരായിട്ടുള്ള വിധികൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ വിവാദമുണ്ടായ പശ്ചാത്തലത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അള്ളാഹു എന്നത് ദൈവനാമത്തിന് സമമാണെന്ന് ആര് പറഞ്ഞു? ഏത് ഭാഷയിൽ? അറബി ഭാഷയിൽ. അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഒരു വിദേശി ദൈവമാണ്. അയ്യപ്പനും ആറ്റുകാലമ്മയും ശ്രീ പത്മനാഭനുമെല്ലാം സ്വദേശി ദൈവമാണ്. ഈ അള്ളാഹു ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു എന്നുള്ള പദം, അല്ലെങ്കിൽ അള്ളാഹു എന്ന പദം മുസ്ലിങ്ങൾ സ്വീകരിക്കുന്നതിന് മുൻപ് തന്നെ ശ്രീ പത്മനാഭനും അയ്യപ്പനുമെല്ലാം ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ ഇഴചേർന്ന് കിടപ്പുണ്ട് എന്നുള്ള വാദം തിരികെ വയ്ക്കാം. തന്നെയുമല്ല, ഒരു വിദേശ പദത്തിന്, ഒരു വിദേശ ഭാഷയ്ക്ക്, ഒരു വിദേശ ദൈവത്തിന് ഉള്ള പ്രാമുഖ്യം പോലും നമ്മുടെ പ്രാദേശികമായ, നമ്മുടെ സംസ്കാരത്തിനോട് ഇടപഴകുന്ന ദൈവങ്ങൾക്ക്, ഇഴചേർന്ന് കിടക്കുന്ന ദൈവങ്ങൾക്ക്, ദേവീ ദേവതമാർക്ക് ഇല്ലയോ എന്നുള്ള ചോദ്യവും നിയമപരമായി തന്നെ ഉയർത്തപ്പെടാവുന്നതാണ്. ഇപ്പോൾ എന്തായാലും സജനയുടെ ഈ ഒരു സത്യപ്രതിജ്ഞ വിവാദമായി വന്നിരിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ഇത്തരത്തിൽ ഒരു മതനിരപേക്ഷത കളിച്ച് നടക്കുന്നവരുടെ എല്ലാം അവരുടെ ജീവിതത്തിൽ അവർ കാണിച്ച ഏറ്റവും വലിയ അബദ്ധങ്ങളിലൊന്നാണ് ഈ സത്യപ്രതിജ്ഞയ്ക്കെതിരെ പരാതിയുമായി കോടതിയിൽ പോയത്. ഇപ്പോൾ CPM ആണ് ആ പൂരിയ കുരങ്ങനെ പോലെ വെട്ടിലായിരിക്കുന്നതെന്നാണ് വിമർശകർ പറയുന്നത്. അതേ ഭാഷ തന്നെയാണ് പലരും പരസ്യമായും രഹസ്യമായും ഉപയോഗിക്കുന്നത് CPMൻ്റെ ഒരു അവസ്ഥയെ വിശേഷിപ്പിക്കുവാൻ. എന്നിരുന്നാലും ഇതിൻ്റെ ഒരു പശ്ചാത്തലമെന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് കൃത്യമായിട്ടറിയാം. തത്വമയി ന്യൂസ് പലപ്പോഴായി പ്രേക്ഷകരോടൊപ്പം തന്നെ ആ വാർത്തയെ പിന്തുടർന്നതും പ്രേക്ഷകരുമായി ആ വാർത്തകൾ പങ്കുവെച്ചതുമാണ്. തിരുവനന്തപുരം നഗരസഭാ ഭരണം BJP കൈയാണ്ടതു മുതൽ തുടങ്ങിയ ഒരു അസ്വസ്ഥതയാണ് LDFനും UDFനും ഒരുപോലെ, പ്രത്യേകിച്ച് LDFന്. കാരണം 48 വർഷം ഒരു കുടുംബാധികാരം പോലെ കൊണ്ടു നടന്നിരുന്ന ഒരു അധികാര കസേരയായിരുന്നു തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം LDFനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് CPIMനെ സംബന്ധിച്ച്. അത് നഷ്ടമായത് അവരെ ഭ്രാന്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഈ കേസുകളും പ്രക്ഷോഭങ്ങളും, ഇന്നലെ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും നേരെ ഉണ്ടായ ആക്രമണങ്ങളും, വധശ്രമം എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള ആക്രമണങ്ങളും എല്ലാം. അതിനെ സംബന്ധിച്ച് വിശദമായൊരു ചർച്ച കൂടി വേണ്ടതുണ്ട്. കാരണം കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വധശ്രമം തന്നെയായിരുന്നു അത് എന്നാണ്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. UDF സർക്കാരും അതിനോട് ഒത്തുകളിക്കുകയാണ്. തിരിച്ച് സത്യപ്രതിജ്ഞാ വിവാദത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തായാലും അള്ളാഹു പെട്ടുകിടക്കുന്നൊരവസ്ഥയിലാണ് എന്ന് പറയാതെ വയ്യ. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ഈ വിവാദം കോടതികളിലേക്ക് എത്തുകയാണെങ്കിൽ, ഹൈക്കോടതിയിലേക്ക് എത്തുകയാണെങ്കിൽ, ഹൈക്കോടതിക്ക് സുപ്രീം കോടതിയുടെ ഈ ഒരു വിധിയുള്ള പശ്ചാത്തലത്തിൽ അതിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ പരിമിതികളുണ്ട്.
പിന്നെ എത്തുന്നത് സുപ്രീം കോടതിയിലേക്കായിരിക്കും. സുപ്രീം കോടതിയിൽ വിശദമായ വാദങ്ങൾക്കപ്പുറം ഒരുപക്ഷെ അള്ളാഹുവിനെ റദ്ദ് ചെയ്യും, അല്ലെങ്കിൽ അയ്യപ്പനെയും പത്മനാഭസ്വാമിയെയും അള്ളാഹുവിനൊപ്പം കയറ്റിയിരുത്തും നിയമപരമായിട്ട്. വിശ്വാസികളുടെ മനസ്സിൽ അയ്യപ്പനും പത്മനാഭസ്വാമിയും ഒക്കെ അള്ളാഹുവിന് വളരെ മുകളിലാണ്. കാരണം ഒരു ഹിന്ദു വിശ്വാസിയെ സംബന്ധിച്ച്, ഒരു ഭാരതീയനെ സംബന്ധിച്ച് അള്ളാഹു ഒരു വിദേശ ദൈവമാണ്. വിദേശിയായ ഒരു ദൈവത്തിന് ഇത്രയും, അല്ലെങ്കിൽ ആ നാമത്തിന്, അല്ലെങ്കിൽ ആ ഭാഷയ്ക്ക് നമ്മുടെ പ്രാദേശിക ഭാഷകൾക്ക് മുകളിലൊരു സ്ഥാനം കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. നിയമപരമായിട്ട് അത്തരത്തിലൊരു പ്രാതിനിധ്യം ഏതെങ്കിലും കോടതി നൽകിയാൽ ഭരണഘടനാപരമായി തന്നെ അതിനൊരു മാറ്റം ഉണ്ടാക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കോടതി വിധിക്ക് മുകളിൽ ഭരണഘടനയുണ്ട്. അത് ഒരു തെറ്റിദ്ധാരണയും ആർക്കും വേണ്ട. ഏതൊരു കോടതി വിധിയെയും മാറ്റിമറിക്കാൻ അവകാശമുള്ള, അധികാരമുള്ള ആളുകളാണ് ജനപ്രതിനിധികൾ. അതിൻ്റെ ദുരുപയോഗം നാം കണ്ടിട്ടുണ്ട്. ഷാബാനോ കേസിൽ സുപ്രീം കോടതി വിധിയെ അട്ടിമറിച്ച് മുസ്ലിം സ്ത്രീകളെ വഴിയാധാരമാക്കിയ രാജീവ് ഗാന്ധിയുടെ പ്രവൃത്തി. അത്തരത്തിലുള്ള പ്രവൃത്തികൾ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും ഉപയോഗിക്കപ്പെടുക തന്നെ വേണം. അതിനെ ചോദ്യം ചെയ്യാൻ വരുന്നവർക്ക് ജനം തിരിച്ച് ചോദ്യം ചെയ്യണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു അശ്ലീലമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കപ്പെടുകയുള്ളൂ. ജനപ്രതിനിധികൾ അത് ചെയ്യുവാൻ മടിക്കുകയുള്ളൂ ഇനി ഭാവിയിൽ. ആലോചിച്ച് നോക്കൂ, ദൈവത്തിൻ്റെ നാമത്തിൽ, ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുവാനുള്ള എൻ്റെ അവകാശത്തെ കോടതിയിൽ പോയി ചോദ്യം ചെയ്ത് നിയമത്തിൻ്റെ പേരിൽ അതിനെ അസാധുവാക്കി. ശരി, അതേ കാര്യം മറ്റൊരാൾ ചെയ്യുമ്പോൾ, മറ്റൊരു ഭാഷയിൽ, വൈദേശികമായ ഭാഷയിൽ ചെയ്യുമ്പോൾ അതിന് അനുമതി നൽകപ്പെടുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതും ഹൈന്ദവർക്ക് തന്നെ അപമാനമാണ്. ഇതൊരു വർഗീയതയായി കാണുകയാണെങ്കിൽ വർഗീയത തന്നെ. കാരണം എൻ്റെ അവകാശങ്ങളെ, എൻ്റെ വിശ്വാസങ്ങളെയാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. ഒരു കാരണവശാലും അള്ളാഹു അയ്യപ്പൻ്റെയോ എന്തിന് കാനായി കുട്ടിച്ചാത്തൻ്റെ പോലും മുകളിലല്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അത് എൻ്റെ അവകാശമാണ്. ഒരു ഹൈന്ദവൻ എന്നുള്ള നിലയിൽ, ഒരു സനാതനധർമ്മത്തിൻ്റെ പിൻഗാമി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ പിന്തുടരുന്നയാളെന്നുള്ള നിലയിൽ, സനാതനധർമ്മത്തിൻ്റെ പുത്രൻ എന്നുള്ള നിലയിൽ വ്യക്തിപരമായിട്ട് എൻ്റെ അവകാശമാണ്. ഓരോ ഹൈന്ദവനും അങ്ങനെ തന്നെ ചിന്തിക്കണം. ചിന്തിച്ച് തുടങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ ഓരോരോ അവകാശങ്ങളുടെ മുകളിൽ ഞങ്ങൾക്കാണ് മേധാവിത്വം, നിങ്ങളെക്കാൾ ഞങ്ങളാണ് മുകളിൽ എന്നുള്ള അവകാശങ്ങൾ ഈ ജിഹാദികൾ, കമ്മ്യൂണിസ്റ്റ് കുഴലൂത്തുകാരെ കൊണ്ട് സ്ഥാപിച്ചെടുത്തുകൊണ്ടിരിക്കും. കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, കോൺഗ്രസ്സുകാരും അവരുടെ കുഴലൂത്തുകാർ തന്നെയാണ്. അതിനൊരു സംശയവും വേണ്ട. ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രക്രിയ ഉണ്ടാകുമ്പോൾ മുസ്ലിം ലീഗുകാർ വളരെ ബുദ്ധിപൂർവ്വം തന്നെ ഇത്തവണത്തെ നിയമസഭയിലേക്കുള്ള സത്യപ്രതിജ്ഞയിൽ അള്ളാഹുവിനെ വീട്ടിൽ വെച്ച് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. കുഞ്ഞാലിക്കുട്ടി മാത്രമേ ഉള്ളൂ. സൃഷ്ടാവിനെയും കൂടി ചേർത്തിരിക്കട്ടെ, ഇനി അള്ളാഹുവിന് എന്തെങ്കിലും വിഷമം തോന്നിയാലോ എന്ന് വിചാരിച്ചായിരിക്കണം അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തത്. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഒന്ന് ചോദ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ മറ്റൊന്ന് ചോദ്യം ചെയ്യപ്പെടണം. ഒന്നിനെ ചോദ്യം ചെയ്യാൻ പാടില്ലെങ്കിൽ മറ്റൊന്നിനെയും ചോദ്യം ചെയ്യാൻ പാടില്ല. അതിൽ ഒരു തർക്കവുമില്ല. ഇരട്ട നീതി അനുവദനീയമല്ല എന്ന് ജനം കർശനമായി ഈ ജനപ്രതിനിധികളോട്, അത് SP ദീപക്കായാലും ശരി, പിണറായി വിജയനായാലും ശരി, VD സതീശനായാലും ശരി, കുഞ്ഞാലിക്കുട്ടിയായാലും ശരി, ഇനി നാളെ മേയർ VV രാജേഷ് അത്തരത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ അദ്ദേഹത്തോടും നിങ്ങൾ ചങ്കൂറ്റത്തോടു കൂടി തന്നെ പറയണം, ഇരട്ട നീതി അനുവദനീയമല്ല. അള്ളാഹുവിന് പ്രാതിനിധ്യമുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ പേരിലുള്ള സത്യപ്രതിജ്ഞ സാധുവാണെങ്കിൽ അയ്യപ്പൻ്റെ പേരിലുള്ള സത്യപ്രതിജ്ഞയും സാധുവായേ മതിയാകൂ. അത്തരത്തിൽ നിയമപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തേണ്ടിയിരുന്നത് ആ സാമാജികരാണ്, കൗൺസിലർമാരാണ്. പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ എങ്ങനെയെങ്കിലും ഭരണം അട്ടിമറിക്കുവാൻ LDFും UDFും കൈകോർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കൗൺസിലർമാരുടെ പുനർസത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് രാഷ്ട്രീയപരമായിട്ടുള്ള ആവശ്യമായിരുന്നു. അത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഹിന്ദു ഐക്യവേദിയെ പോലുള്ളവരെങ്കിലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കയ്യിലെടുത്ത് മുന്നോട്ട് നിയമപരമായി തന്നെ പോയേ മതിയാവുക. അല്ലെങ്കിൽ ഹിന്ദുമതത്തിനുമേൽ, ഹിന്ദുമത വിശ്വാസങ്ങൾക്ക് മേൽ ഞങ്ങളാണ് മേധാവികളെന്നുള്ള തരത്തിൽ ജിഹാദികൾ കയറിയിരിക്കുന്നത് കൂടുതൽ നമ്മുടെ കൺമുമ്പിൽ നാം കാണേണ്ടി വരും, സഹിക്കേണ്ടി വരും, അനുവദിച്ചു കൊടുക്കേണ്ടി വരും. അത് അനുവദിച്ചു കൊടുക്കുവാൻ പാടില്ല. അത്രേ ഈ വിഷയത്തിൽ പറയുവാനുള്ളൂ. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ തീർച്ചയായും അറിയേണ്ടതുണ്ട്. അത് കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ YouTube ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സബ്സ്ക്രൈബ് ചെയ്ത് ദേശീയതയോടൊപ്പമുള്ള ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളുടെ കുടുംബാംഗമായി നിങ്ങളും ഒപ്പമുണ്ടാകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.